ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിൻ്റെ പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്തോ മാർക്കറ്റായിരുന്നു അല്ലേ? ശരിക്കും സത്യം പറഞ്ഞാൽ വിഷമിച്ച മാർക്കറ്റായിരുന്നു അല്ലേ? നമുക്കൊരു ട്രേഡ് സമാധാനപരമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലുള്ള ട്രേഡ്, സ്കാൽപ്പേഴ്സിന് ധാരാളം അവസരം ഉണ്ടായിരുന്നു. 5-10 പോയിൻറ്റ് സ്കാൽപ്പ് ചെയ്ത് മാറുന്നവർക്ക് ധാരാളം അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അല്ലാതെ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റേ അവേ എന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, കാരണം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് സമാധാനത്തോടെ ഒരു ട്രേഡ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അവസരങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ട്രേഡ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ മാറി നിൽക്കുക. ഒരു ദിവസം നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറി എന്നും പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. NSEയിലോ അല്ലെങ്കിൽ BSEയിലോ എന്തെങ്കിലും മതിലിടിഞ്ഞ് വീഴുകയോ ഒന്നും ചെയ്യത്തില്ല, ഒന്നും സംഭവിക്കത്തില്ല. അപ്പോൾ നമുക്ക് അവസരങ്ങളുള്ളപ്പോൾ മാത്രം കൃത്യമായ എൻട്രി പോയിൻറ്റുകൾ കിട്ടിയാൽ മാത്രം നമ്മൾ ട്രേഡ് ചെയ്യുക. ഇല്ലെങ്കിൽ മാറി നിൽക്കുക. എന്നിട്ട് ഇങ്ങനെയുള്ള അവസരങ്ങൾ നോക്കി പഠിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ കൈ ധരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അടച്ചു വെച്ചിട്ട് വേറെ പരിപാടിക്ക് പോവുക. ഇത് മാത്രമാണ് നമുക്കത് ചെയ്യാനുള്ളത്. രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? രാവിലെ ചെറിയ ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒന്ന് മേലോട്ട് നേരെ ഒന്ന് പറന്ന് മേലോട്ട് പോയ പോലെ തന്നെ നേരെ ആശാൻ തിരിച്ചു പോയിരുന്നു. പക്ഷേ ഇവിടെ അങ്ങ് നമുക്കൊരു എന്താ പറയുന്ന ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ അല്ലായിരുന്നു ഇവിടെ എങ്ങും അല്ലേ. മാർക്കറ്റ് ഇവിടെ പോയി ഒരു ഹൈ, ഇവിടെ ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. രണ്ടാമത് വീണ്ടും അവിടെ വന്ന് അതേ ക്യാൻഡിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വേണമെങ്കിൽ ഇവിടെ ഒരു ട്രേഡ് വേണം, നമുക്ക് സ്വാഭാവികമായിട്ട് ഇവിടെ ട്രേഡ് എടുക്കാം. പക്ഷേങ്കിൽ ആ ട്രേഡ് എടുത്തവരെ ഇവിടെ ന്യായം പാലിച്ചിറങ്ങി 5-10 പോയിൻറ്റിന് ഇറങ്ങാൻ തയ്യാറുള്ളവരാണെന്നെങ്കിൽ ഓക്കെ. പക്ഷേ നമുക്കിത് മനസ്സിലാകുന്നില്ലല്ലോ. 5-10 പോയിൻ്റ് ഇത് ഈ ക്യാൻഡിലൊക്കെ കാണുമ്പോൾ തന്നെ മാർക്കറ്റ് പറക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇതൊക്കെ ആണെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഒരു മർബോസ് ക്യാൻഡിലാണ് ഇല്ലേ. ആ മർബോസ് ക്യാൻഡിൽ നമ്മൾ വിചാരിച്ചെന്താണ്, നേരെ അടപടലം താഴോട്ട് വരും എന്നാണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ വന്നതിന് ശേഷം നേരെ വീണ്ടും തിരിച്ചു കഴിയും. പിന്നെയും ഈ ക്യാൻഡിൽ നമുക്ക് വീണ്ടും പ്രതീക്ഷ നൽകി, എന്താണ്, ഒരു റിവേഴ്സൽ അല്ലേ. ഈ ഒരു റിവേഴ്സൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പിന്നെയും താങ്ങി പിടിച്ചിരുന്നവരുണ്ട്. പക്ഷേ അവർക്കൊക്കെ SL അടിച്ച് നേരെ പണി മേടിച്ചിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ താല്പര്യം കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾക്ക് ഷുവർ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺവിക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡ് എടുക്കാൻ പാടില്ല. പക്ഷേ അതിനുശേഷം മാർക്കറ്റ് ഇവിടെ പോയി നമ്മുടെ ലൈൻ 25,981 വന്നപ്പോൾ അവിടെ വേണമെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഈ ഒരു ക്യാൻഡിലും ഈ ഒരു റിജക്ഷൻ വെച്ചിട്ട് വേണം നമുക്കൊരു ട്രേഡ് എടുക്കാമായിരുന്നു. പക്ഷേങ്കിൽ അപ്പോൾ ഈ ക്യാൻഡിൽ വരുമ്പോൾ നമുക്ക് പിന്നെ കൺഫ്യൂഷനായി. അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയി. അപ്പം വളരെ മോശമായ ഒരു അവസ്ഥയായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ഒരു ചാനലിനകത്ത് കൂടെ പോയി അല്ലേ. ഒരു വരച്ചിട്ടായിരുന്നു മാർക്കറ്റ് നമ്മുടെ ഇതിൽ. ആ ചാനലിനകത്ത് കൂടെ ഏകദേശം രാവിലെ തൊട്ട് ഏകദേശം ഒരു 11 മണി മുതൽ വൈകുന്നേരം ഒരു 2 മണി വരെ എന്ത് ചെയ്തു, ഈ ഒരു ചാനലിനകത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അവസാനമാണ് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി. എന്നിട്ടും വീണ്ടും പറ്റിച്ച് മേലോട്ട് പോയി, വീണ്ടും താഴോട്ട് വന്ന് വീണ്ടും മേലോട്ട് പോയി ക്ലോസ് ചെയ്തു ഇല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ നമുക്ക് അവസരങ്ങളുണ്ടായിരുന്നു. 5-10 പോയിൻ്റ് എടുത്ത് മാറാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. അല്ലാതെ ഒരു ലോങ് എൻട്രി 10-20 പോയിൻറ്റിന് വേണ്ടി കാത്തിരിക്കുന്നവർക്കൊക്കെ നിരാശ മാത്രമാണ് മാർക്കറ്റ് തന്നത്. അപ്പം ഇന്നത് മാത്രമല്ല, വേറെ 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്നിപ്പം ഇത്രയും നമ്മൾ ഇത് പറഞ്ഞ് അവസാനിപ്പിച്ചല്ലോ. മാർക്കറ്റ് ഇപ്പം ഏകദേശം 26,000 മുകളിൽ മാർക്കറ്റ് ക്ലോസിങ് കിട്ടി ഇല്ലേ. 26K എന്ന് പറഞ്ഞ സംഭവത്തിന് മുകളിൽ ക്ലോസിങ് കിട്ടി. ഇനി ഏതാനും പോയിൻറ്റുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓൾ ടൈം ഹൈ എത്താൻ പറ്റും. എങ്കിലും നാളെ 26,100, നാളത്തെ അവസ്ഥ പറഞ്ഞാൽ 26,100ആണ്. 26,100 കടന്നു കഴിഞ്ഞാൽ നമുക്ക് 80H എത്താനുള്ള അവസരം നമുക്കുണ്ട്. ഇതാണ് 278 80H. അപ്പം നാളെ ഈ 26,100 കടന്ന് ഇതിൻ്റെ മുകളിൽ ഗ്യാപ്പ് അപ്പോടുകൂടെ ഇവിടെ കിട്ടുകയും ഇവിടെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ നമുക്ക് ഈ 26,000 ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവിടെയാണ് പ്രധാനപ്പെട്ട പോയിൻ്റ്. ഇവിടുന്ന് മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു, മാർക്കറ്റ് തിരിയുവോ മേലോട്ട് പറക്കുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടറിയാം. അത് ഇന്ന് രാത്രിയിൽ ഏകദേശം നമുക്കൊരു ധാരണ കിട്ടും. ഓക്കെ, അപ്പം 1-2 കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ജസ്റ്റ് ഒരു നമ്മൾ ഡേ ക്യാൻഡിലൂടെ ഒന്ന് നമുക്ക് നോക്കിയേക്കാം. എടുത്തു വെച്ചിട്ടുണ്ട്. നോക്കിക്കേ, ഡേ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മിനിറ്റ് നോക്കിക്കേ, നമ്മൾ പണ്ട് വരച്ചിട്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തു. മാർക്കറ്റ് ഇവിടെ നോക്കിക്കേ, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു ഹൈ ഒന്ന് ടച്ച് നോക്കിക്കോണം. ഈ ഒരു ഹൈ കണ്ടോ, ഈ ഒരു ഹൈ 4 ദിവസം മുന്നേ ഉണ്ടായൊരു ഹൈ ആണ്. ഈ ഹൈ കട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം 25,100 25,100 ഈ ഒരു ഹൈ. അത് നമ്മൾ ഇൻട്രാഡേ വരച്ചത്.
ആ 100 കട്ട് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ 278 ഇതാണ് ഓൾ ടൈം ഹൈ. ഓക്കെ, ഈ പോയിന്റിലോട്ട് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഡേ ക്യാൻഡിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പം വെരി നിയർ ആണ്. ഒന്നുകിൽ ഇത് തിരിച്ചിങ്ങോട്ട് വരണം, ഇല്ലെങ്കിൽ ഓൾ ടൈം ഹൈയിലോട്ട് പോകണം. 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ. ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്കിനി വീണ്ടും തിരിച്ച് നമ്മുടെ ഇതിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്? നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞു. അപ്പോൾ നാളത്തെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നാളെ മാർക്കറ്റിനെ നയിക്കാൻ പോകുന്ന 1-2 കാര്യങ്ങളുണ്ട്. അതുകൂടെ ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും മിഡ് ക്യാപ്പിലോട്ടും വരാം. മിഡ് ക്യാപ്പിൽ ഒരു കാര്യം പറയാനുണ്ട്. അപ്പം ഇന്ന് പ്രധാനപ്പെട്ടതായിട്ട് വൈകുന്നേരം ഇന്ന് രാത്രിയിൽ പവലിൻ്റെ സ്പീച്ചുണ്ട്. പവൽ ആരാ? നമ്മളുടെ US-ൻ്റെ പിന്നെ നമ്മുടെ ഇവിടുത്തെ RBI ചെയർമാൻ എന്ന് പറയുന്ന പോലെ അവിടുത്തെ FOMCയുടെ ചെയർമാനാണ്. ഓക്കെ, അപ്പം ഫെഡറൽ റിസർവ് ഇതിൻ്റെ ചെയർമാനാണ് ഈ ജെറോം പവൽ എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ ഇന്ന് അവരുടെ റേറ്റ് കട്ടുണ്ട്. എല്ലാവരും പ്രതീക്ഷിക്കുന്ന 0.25 റേറ്റ് കട്ട് ചെയ്യും എന്നാണ് അനലിസ്റ്റുകൾ 99% പറയുന്നത്. 0.25 കട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ 0.25 കട്ട് ചെയ്താൽ ഇത് ഓൾറെഡി മാർക്കറ്റ് ഡൈജസ്റ്റഡാണ്. മാർക്കറ്റ് ഓൾറെഡി എക്സ്പെക്ട് ചെയ്യുന്ന സാധനമാണ് 99% കട്ട് ചെയ്യും. 99% 0.25 കട്ട് ചെയ്യുന്ന കാര്യം. പക്ഷേ ഇതല്ല പ്രശ്നം. ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞതിന് ശേഷം പുള്ളിയുടെ ഒരു സ്പീച്ചുണ്ട്. ഓക്കെ, ഈ സ്പീച്ചിനകത്തിൽ പുള്ളിയുടെ വായിൽ ഗുളികം വന്നാൽ, നാക്കിൽ ഗുളികം കയറി കഴിഞ്ഞാൽ മാർക്കറ്റ് പൊട്ടാനുള്ള എല്ലാ സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അതായത് പുള്ളിയുടെ ഒരു എന്താ പറയുക ഔട്ട്കം എങ്ങനെയാണ്, ഇനി മുന്നോട്ടുള്ള യാത്ര, അമേരിക്കൻ എക്കണോമിയുടെ മുന്നോട്ടുള്ള യാത്ര എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി ഒരു സ്പീച്ച് അദ്ദേഹം നടത്തും. അപ്പോൾ ആ സ്പീച്ചിനകത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ നമ്മളെ US-നെ കാത്തിരിപ്പുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ കീറാമുട്ടികളുണ്ട് എന്നുള്ളതിനെപ്പറ്റി പുള്ളി സംസാരിക്കും. അല്ല ഈസി ആണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകും എന്നുള്ള കാര്യങ്ങളും അദ്ദേഹം പറയും. അപ്പം ഈ പുള്ളിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കിനെ ആശ്രയിച്ചിരിക്കും നാളെ US മാർക്കറ്റിൻ്റെ, ഇന്ന് രാത്രിയിലെ US മാർക്കറ്റിൻ്റെ ഗതി. അപ്പോൾ നമുക്ക് അത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലും റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഏകദേശം ഓൾ ടൈം ഹൈ എടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഇത് നമ്മുടെ മാർക്കറ്റിനെയും ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനുശേഷം അത് മാത്രമല്ല, ഇനി അടുത്ത ദിവസം കഴിഞ്ഞ 1-2 ദിവസമായിട്ട് നമ്മുടെ ട്രംപ് അണ്ണൻ നമ്മുടെ മോഡിയെ പൊക്കി പറയുന്നുണ്ട്. ഞങ്ങൾ ഉടൻ തന്നെ ഇന്ത്യയുമായിട്ടൊരു ഡീൽ ഉറപ്പിക്കും എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടുത്ത ദിവസങ്ങളിൽ തന്നെ. പക്ഷേങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരം ബീഹാർ ഇലക്ഷന് ശേഷം മാത്രമേ ഒരു ട്രേഡ് ഡീല് ഉണ്ടാകത്തുള്ളൂ. കാരണം ഇല്ലെങ്കിൽ ഈ ട്രേഡ് ഡീലിനകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ ഈ നമ്മുടെ ഇന്ത്യയിലെ രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾക്ക് മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത, രാഷ്ട്രീയ കോളിളക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ചിലപ്പോൾ വളരെ കൂടുതലായിരിക്കും. കാരണം കാർഷികമായിട്ട് ബന്ധപ്പെട്ട്, അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഡയലോഗുകൾ അതിനകത്തുണ്ട്, എന്തെങ്കിലും ഡീലുകൾ അതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷെങ്കിൽ ബീഹാർ ഇലക്ഷനിൽ അത് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എൻ്റെ ഒരു നിഗമന പ്രകാരം ഒരു കാരണവശാലും ബീഹാർ ഇലക്ഷന് മുന്നേ ഒരു ട്രേഡ് ഡീലിനെ പറ്റി ഒരു ധാരണ 2 ടീമും തമ്മിലുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ തന്നെ ആദ്യം ഒരു പക്ഷെങ്കിൽ ചൈനയുമായിട്ടായിരിക്കും ഒരു ട്രേഡ് ഡീല് ഉറപ്പിക്കുന്നത്. അതിന് ശേഷമായിരിക്കും നമുക്കുള്ള അവസരം കിട്ടുന്നത്. അപ്പം ചൈനയുമായിട്ടുള്ള ഡീൽ ഉറപ്പിച്ച് കഴിയുമ്പം പിന്നെ നമുക്ക് കൂടുതലങ്ങ് വാദിക്കാൻ പറ്റില്ല. കാരണം ഇവർക്ക് പറയാം ചൈന സമ്മതിച്ചില്ല, നിങ്ങൾക്ക് സമ്മതിക്കാഞ്ഞെന്നുള്ള ഒരു ഡയലോഗ് വേണമെങ്കിൽ വരാം. ഓക്കെ, അപ്പം എന്തായാലും ആദ്യം ചൈന പിന്നെ ഇന്ത്യ എന്നായിരിക്കണം എൻ്റെ ഒരു നിഗമന പ്രകാരം. ശരിയായിരിക്കണം നിർബന്ധമൊന്നുമില്ല, നമ്മൾ വലിയ വിദഗ്ധനൊന്നുമല്ല. എങ്കിലും നമ്മുടെ എളിയ ബുദ്ധി തോന്നിയ ഒരു കാര്യം ജസ്റ്റ് ഞാനങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഏകദേശം നവംബർ 10 വരെ 10-15 തോന്നുന്നു ഇലക്ഷൻ, കറക്റ്റ് എനിക്കറിയത്തില്ല. നവംബർ 10-15 കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇങ്ങനൊരു ഡീല് പ്രഖ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുള്ളൂ. അപ്പോൾ അതുവരെ ട്രംപ് ഇങ്ങനെ വാദോരാതെ ഇങ്ങനെ ഡയലോഗുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ പറഞ്ഞ പോലെ തന്നെ നാക്കിൽ വല്ല ഗുളിയും വീണ് കഴിഞ്ഞാൽ അത് നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കുകയും ചെയ്യും. അപ്പം ഇതൊക്കെയാണ് സംഗതികൾ. ഓക്കെ, അപ്പം നമ്മൾ സൂക്ഷിച്ച് നമ്മളെപ്പോഴും ന്യൂസ് അപ്ഡേറ്റഡ് ആയിരിക്കണം. മനസ്സിലായി പറഞ്ഞേ, നമ്മളെപ്പോഴും ന്യൂസ് അപ്ഡേറ്റഡ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഇനി ബാങ്ക് നിഫ്റ്റിയിലൊന്ന് നോക്കാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, കാര്യം പറഞ്ഞു. നാളെ ഇനി ഇത് ഓൾ ടൈം ഹൈ ഇവിടെ കിടപ്പുണ്ട്. ഇതിന് മുകളിൽ നാളെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അല്ല ഈ 26,100 സസ്റ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ, 26,100 സസ്റ്റെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ച് താഴോട്ട് 25,500 ഒക്കെ വരാനുള്ള സാധ്യത ഒരു പക്ഷെങ്കിൽ തള്ളിക്കളയാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും 26,100 നിർണായകമാണ്. 26,100 കടന്നാൽ 26,278,
26,100 കടന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ മാർക്കറ്റ് 26,100 താഴോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് കണ്ടറിയാം അടുത്ത ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുന്ന കാര്യം. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ഇന്ന് നിഫ്റ്റിയെ അപ്പോൾ ഒരു കാര്യം കൂടെ പറയാൻ മറന്നു. ഇന്ന് മാർക്കറ്റ് വേറെ കാര്യമുണ്ട്. നിങ്ങൾ ലെവൽ കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ പോയി കാണും. എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് ആക്ച്വലി നമ്മുടെ മാർക്കറ്റ് പറക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദാനി ഷെയർസിന് അതിൽ ഇന്ന് ഭയങ്കര സർജ് ഉണ്ടായി. അദാനി ഷെയർസിന് അതിൽ അദാനിയുടെ ടോട്ടൽ ഗ്യാസും അദാനിയുടെ ഗ്രീൻ എനർജിയും ഒക്കെ നല്ല സൂപ്പർ ഡ്യൂപ്പർ റിസൾട്ടാണ് അവർ കൊടുത്തിരുന്നത് അദാനിക്ക്. ഓക്കെ, അപ്പോൾ അത് അവരുടെ എല്ലാ ഷെയറുകളിലും പ്രതിഫലിച്ചു. 10-15 ഒക്കെ ശതമാനമാണ് അദാനി ടോട്ടൽ ഗ്യാസും അദാനി ഗ്രീനും ഒക്കെ പറഞ്ഞത്. അതുപോലെ തന്നെ അദാനി എൻ്റർപ്രൈസസും 3% അങ്ങോട്ട് പറഞ്ഞു. അദാനി പോർട്ട് 4% പറഞ്ഞു. അങ്ങനെ എല്ലാം കൊണ്ട് അപ്പോൾ ഈ അദാനി എൻ്റർപ്രൈസസും അദാനി പോർട്ടും നമ്മുടെ നിഫ്റ്റി 50-യിലുള്ളതാണ്. അപ്പോൾ അവരും അവരുടേതായിട്ടുള്ള സംഭാവന നൽകി. അത് അനുസരിച്ചാണ് കുറച്ച് നിഫ്റ്റി മേലോട്ട് പോയത്. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു നിങ്ങളുടെ റിലയൻസ് നിങ്ങൾ നോക്കണമെന്ന്. റിലയൻസ് ഇന്നും നല്ല രീതിയിൽ പെർഫോം ചെയ്തു. എന്തിൻ്റെ ബേസിലാണെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ ഇന്നും റിലയൻസും നല്ല രീതിയിൽ പെർഫോം ചെയ്ത്. HDFC ബാങ്കിങ് സെക്ടർ എല്ലാം വളരെ ശോകമായിരുന്നു, വളരെ ന്യൂട്രലായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ റിലയൻസും ഇൻഫിയും കൂടാണ്. ഇൻഫിയും 10 പോയിന്റ് എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ഇൻഫിയും റിലയൻസും കൂടാണ് നമ്മുടെ നിഫ്റ്റിയെ മുകളിലോട്ട് തള്ളിക്കൊണ്ട് പോയത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അദാനി ഷെയർസുകളും അദാനി സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയും മുകളിലോട്ട് കയറി പോകാൻ പറ്റിയത്. അത് അല്ലെങ്കിൽ നേരെ തിരിച്ചായിട്ടൊന്ന് ഇറങ്ങി വന്നേനെ. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ ഈ പറയുന്ന പോലെ വലിയ മൂവ്മെൻറ്റുകളൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഈ കടന്ന ഒരു ചാനൽ ഇവിടെ ഒരു ചാനൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചാനൽ വരയ്ക്കാനുണ്ട്. ഇവിടെ ഇതാ വേണേൽ വരച്ചിട്ടേക്കാം. ഇപ്പോൾ കണ്ടോ, കറക്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കണ്ടോ, ഇങ്ങനെ ഒരു ചാനലിൽ കൂടെയാണ് സാധനം പോയത്. അപ്പോൾ നാളെ ഇനിയിപ്പം ഈ ചാനലിൽ കൂടെ തന്നെ ഈ ചാനൽ ബ്രേക്ക് ചെയ്യുന്നത് നോക്കുക. ഇച്ചിരി നീട്ടി വരച്ചേക്കാം. ഈ ചാനൽ ബ്രേക്ക് ചെയ്ത് നോക്കുക. ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ 58,236 നോക്കിയേക്കുക. അല്ല 58,576 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മുകളിലൊരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ആ ട്രെൻഡ് ലൈൻ വരെ പോകുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവരും ഓൾ ടൈം ഹൈയിലോട്ട് HDFC ഇപ്പോൾ ഓൾ ടൈം ഹൈയിലോട്ട് ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈക്ക് അടുത്തൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങൾ നാളെ ഈ പറയുന്ന ഷെയറുകളെ ഇതിനെല്ലാം നോക്കുക. ആരെയൊക്കെ HDFCയും ICICIയും ജസ്റ്റ് നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക എന്താണ് അവരുടെ മൂവ്മെൻറ്റ് എന്നുള്ള കാര്യം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി അതനുസരിച്ചായിരിക്കും മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ അതിനുശേഷം ഇന്ന് വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ മിഡ് ക്യാപ്പ് ആക്ച്വലി ഇന്ന് പെർഫോം ചെയ്യേണ്ടത് ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഇന്ന് പെർഫോം ചെയ്തത്. പക്ഷേ ഇതും പറഞ്ഞ പോലെ വളരെ ശോകമായിരുന്നു. ഇന്ന് മിഡ് ക്യാപ്പ് ശോകമാകാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ HDFC AMC എന്ന് പറഞ്ഞ ഷെയർ ഇന്ന് 5% ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ആയി. എന്താ കാരണം എന്നറിയാമോ? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HDFC AMCയിൽ ഇന്നലെ HDFC AMC 5% താഴോട്ടാണ്, ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ആയത്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ സെബി കുറേ നമ്മുടെ HDFC AMC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. ഓക്കെ, മ്യൂച്വൽ ഫണ്ട്സും മറ്റു ഇൻഷുറൻസ് സെക്ടറിലുള്ള ഏറ്റവും വലിയൊരു കമ്പനിയാണ് HDFC AMC. അപ്പോൾ ഇന്നലെ സെബി പറഞ്ഞത് ഒരു നോം കൊണ്ടുവന്നു, പുതിയൊരു റോള് കൊണ്ടുവന്നില്ല, പ്രപ്പോസലാണ്. അതായത് ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇവർ സർവീസ് ചാർജസ് വാങ്ങിക്കാറുണ്ട്. ഓക്കെ, ഈ സർവീസ് ചാർജ് വാങ്ങിക്കുന്നത് കൊട്ടത്താപ്പിനാണ് വാങ്ങിക്കുന്നത്. 1000 രൂപ അല്ല 1500 രൂപ ആണ് ഇതിൻ്റെ ചാർജ്, ഇതിൻ്റെ സർവീസ് ചാർജ് എന്ന് പറഞ്ഞാണ് ഇത് വാങ്ങിക്കുന്നത്. സെബി പറഞ്ഞു ഇനി ആ പരിധി നടക്കത്തില്ല, നിങ്ങൾ ഈ 1000 രൂപ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ബ്രേക്ക് ഡൗൺ കൊടുക്കണം. ഓക്കെ, അതിന് ബ്രേക്ക് ഡൗൺ കൊടുത്തെങ്കിൽ ഒക്കത്തുള്ളൂ. ഈ 1000 രൂപ എങ്ങനെ വന്നു എന്നുള്ളത് ഓരോന്നിനും സെപ്പറേറ്റ് കണക്ക് കാണിക്കണം. അങ്ങനെ മാത്രം കസ്റ്റമറിനെ ബോധ്യപ്പെടുത്തിയേ കൊടുക്കാവൂ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഇവരുടെ ചാർജസും കുറയ്ക്കണം എന്ന് സെബി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും എന്താ പ്രശ്നം, ഇവരുടെ അസറ്റ് മാനേജ്മെൻറ്റ് ഈ HDFC AMC ഏറ്റവും വലിയ കമ്പനി ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ ലാഭത്തെ അത് ബാധിക്കും. മനസ്സിലായോ? ഇത് കൊള്ളയല്ലേ നടത്തുന്നത്. അപ്പോൾ ഈ കൊള്ള കാണിച്ചാണ് ഇവർ ലാഭം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് പ്രപ്പോസൽ വന്നുള്ളൂ, നിയമം വന്നില്ല. ഇങ്ങനെ പ്രപ്പോസ് ചെയ്തേക്കുന്നുണ്ട്. ചിലപ്പം അത് ഇനിയിപ്പം അണ്ടർഗ്രൗണ്ട് കൂടെ പണിത് അവർ ചിലപ്പോൾ മറിക്കുമായിരിക്കും, അറിയത്തില്ല. എങ്കിലും ഇങ്ങനൊരു പ്രപ്പോസൽ വന്നുകൊണ്ട് ഇവരുടെ ലാഭത്തെ ഇത് ബാധിക്കും. അങ്ങനെ ലാഭത്തെ ബാധിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രോഫിറ്റബിലിറ്റി അറിയാമല്ലോ, പിന്നെ അവർക്ക് മാർജിൻ പ്രഷറൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് സാധനം താഴെ പോയത്. നാളെ തിരിച്ചു കയറുമെന്ന് വിചാരിക്കുന്നു. അപ്പം ആദ്യത്തെ ഒരു ന്യൂസിൻ്റെ ബലത്തിലാണ് ഈ സാധനം പൊട്ടി താഴോട്ട് പോയത്.
അതിനുശേഷം ആ ഫസ്റ്റ് വീഴ്ചയേ ഉള്ളൂ, പിന്നെ തിരിച്ച് അതുപോലെ തിരിച്ച് കുറച്ച് കയറി വലുതായിട്ട് പിന്നെ അതിന് താഴോട്ട് പോയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ ഇൻഡെക്സിൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ള കാര്യം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ. അതുപോലെ തന്നെ BSE വലിയ കുഴപ്പമില്ലാതെ കുറച്ചൊക്കെ പിടിച്ച് നിന്നുകൊണ്ടാണ് ബാക്കിയുള്ള ഷെയറുകളെല്ലാം വലിയ കുഴപ്പമില്ലാതെ, ഹീറോ മോട്ടോകോപ്പ് മാത്രമേ ഉള്ളായിരുന്നു അവിടെ ഒരു നെഗറ്റീവ് പിന്നെ പറയാനുള്ളൂ. പിന്നെ പോളിക്യാബ്, അപ്പം ഇവരൊക്കെയാണ് ഇനി നമ്മുടെ മിഡ് ക്യാപ്പിനെ താഴോട്ട് വലിച്ചത്. ഓക്കെ, മോളോട്ട് പിടിച്ചു നിർത്തിയത് പറയുന്ന BSE ഏറ്റവും വലിയ BSE, പിന്നെ ഡിക്സണും 140 ഉണ്ടായിരുന്നു, പിന്നെ കുമിൻസ് 72 പോയിൻ്റ് ഉണ്ടായിരുന്നു, പെർസിസ്റ്റൻസ് 64 പോയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ചേർന്ന് മിഡ് ക്യാപ്പ് വീഴാതെ പിടിച്ചു നിർത്തി. അപ്പം ഇതാണ് എന്നതിൽ വലിയൊരു നെഗറ്റീവ് ന്യൂസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സംഭവവികാസങ്ങൾ. അപ്പം നാളെ നമുക്ക് രാവിലെ അറിയാം കറക്റ്റ് സംഭവം എന്താ സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം. ഓക്കെ, പവലിൻ്റെ നാക്കിൻ്റെ തുമ്പിലാണ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് രാത്രി കണ്ടറിയാൻ കോശി നിനക്ക് എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.